പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ ശരീഫ് നമ്മളിലേക്ക് ആഗതമായാൽ അതിന്റെ ആദ്യ രാത്രി മുതൽ അവസാനത്തെ ദിവസം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രി നമ്മളിലേക്ക് കടന്നു വന്നാൽ സുഫിദത്തിശ് ശയാത്തീനു വ മറദത്തിൽ ജിന്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളെ ബന്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വമറദത്തിൽ ജിന്നി, ജിന്നി വിഭാഗത്തിൽപ്പെട്ട മല്ലന്മാരെയും അക്രമകാരികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിക്കുന്നതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗത്തിൽപ്പെട്ട അക്രമകാരികളെയും മല്ലന്മാരെയും ബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ പിശാചുക്കളെയും ഈ മാസത്തിൽ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസത്തിൽ, പരിശുദ്ധമായ ഈ റമളാനിൽ പൈശാചികമായ ദുർബോധനങ്ങളും പിശാചിന്റെ വഴിപിഴപ്പിക്കലും ഒക്കെ മറ്റു മാസത്തെ അപേക്ഷിച്ച് വളരെയധികം കുറവായിരിക്കുമെന്നാണ്. അതുകൊണ്ട് കൂടുതലായി ആളുകൾ തെറ്റിലേക്ക് പോകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വഉല്ലഖത് അബ്വാബുന്നാർ, ഒരിക്കലും തന്നെ തുറക്കപ്പെടാൻ കഴിയാത്ത നിലക്ക് നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടക്കപ്പെടുന്നതാണ്. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, ഒരിക്കലും തന്നെ അടക്കപ്പെടാൻ കഴിയാത്ത നിലക്ക് സ്വർഗ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് വേണ്ടി തുറന്നു വെക്കുന്ന പരിശുദ്ധമായ മാസമാണ് റമളാൻ. എന്നിട്ട് എല്ലാ ദിവസവും ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, വയുനാദി മുനാദിൻ, പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രി മുതൽക്ക് അതിന്റെ അവസാന ദിവസം വരെ ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ ബാഗിയൽ ഖൈരി, ഓ നന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യ, നന്മയെ കൊതിക്കുന്ന മനുഷ്യ, അഖ്ബിൽ അഖ്ബിൽ, നീ മുന്നോട്ട് വായോ, പരിശുദ്ധമായ തറാവീഹ് നിസ്കരിക്കാൻ നീ മുന്നോട്ട് വായോ, പരിശുദ്ധമായ ജമാഅത്ത് കൃത്യമായി നിർവഹിക്കാൻ നീ ഉത്സാഹത്തോടുകൂടെ മുന്നോട്ട് വായോ, പരിശുദ്ധമായ റമളാനിലെ നോമ്പനുഷ്ഠിക്കാൻ നീ ഉത്സാഹത്തോടുകൂടെ മുന്നോട്ട് വായോ, പരിശുദ്ധമായ റമളാനിൽ സദഖ കൊടുക്കാൻ, മറ്റു സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ നീ ആവേശത്തോടുകൂടെ മുന്നോട്ട് വായോ എന്ന മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. വീണ്ടും ആ മലക്ക് പറയുകയാണ്, വയാ ബാഗിയ ശർരി, ഓ തിന്മയെ കൊതിക്കുന്ന മനുഷ്യ, വേണ്ട വൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ, ഈ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ടൊരു നന്മ പോലും ആഗ്രഹിക്കാതെ വെറും തിന്മ മാത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യ, അഖ്സിർ അഖ്സിർ, ആ ചിന്ത നീ ഉപേക്ഷിക്കൂ, ആ മോശമായ പ്രവർത്തനങ്ങളെ നീ വിട്ടുകളയൂ, പകരം പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാൻ നീ മുന്നോട്ട് ഉത്സാഹത്തോടെ വായോ എന്ന് എല്ലാ ദിവസവും മലക്ക് വിളിച്ചു പറയുകയാണ്.